പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ദിവ്യകാരുണ്യമായി കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റി ധ്യാനിക്കുന്ന ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഈ വിശുദ്ധ കുർബാനയിൽ നിന്നാണ് കർത്താവിൻ്റെ കരുണയും സ്നേഹവും നമ്മളിലേക്ക് ഒഴുകുന്നത്. ഈ കർത്താവിനെ നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന, ആരാധന, ആരാധന. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യമായിട്ട് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക്, നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് കർത്താവിൻ്റെ വലിയ കരുണ ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ മനുഷ്യൻ വലിയൊരു ആത്മീയമായ മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന രണ്ട് ജീവിതചര്യകളുണ്ട്. ആദ്യമായിട്ട് നമ്മളൊരു ആത്മീയ മനുഷ്യനാണ്. നമ്മളിൽ ആത്മീയവും ഭൗതികവുമായ രണ്ട് തലങ്ങളുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ആത്മീയമായ വലിയ അഭിഷേകം, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കിട്ടുന്ന ആ വലിയ സത്യങ്ങൾ, ആത്മാവിൻ്റെ വരങ്ങൾ, ഫലങ്ങൾ, ഇവയിലുള്ള ആ വലിയ അഭിഷേകത്തോടു കൂടിയുള്ള ജീവിതം. പ്രിയമുള്ളവരെ, ഇങ്ങനെയൊരു ജീവിതാവസ്ഥ നമുക്കുണ്ട്. അതിനോടൊപ്പം തന്നെ ഭൗതികമായ, മാനുഷികമായ ഒരുപാട് ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ ലോകത്തിൻ്റേതായ കുറേ പ്രലോഭനങ്ങൾ, മാനുഷികമായ ചിന്തകളൊക്കെ അടങ്ങിയ ഒരു മാനുഷികതയുടെ ഒരു തലം ജീവിതത്തിൽ പലപ്പോഴും ഈ ആത്മീയ മനുഷ്യനും നമ്മളുള്ള മാനുഷികമായ ഭൗതികതയുടെ, ലൗകികതയുടെ ഈ തലവും തമ്മിൽ വലിയൊരു മൽപ്പിടുത്തം. നമ്മൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധ പത്രോസ്ലീഹായുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ഒരു മൽപ്പിടുത്തം നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈശോ പത്രോസ്ലീഹായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഞാൻ ആരാണെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന്. എല്ലാ സ്ലീഹന്മാരോടും ഈശോ ഇതേ ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസ്ലീഹ ചാടി പറയുന്ന ഒരു ഉത്തരമുണ്ട്. നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന്. പത്രോസ്ലീഹായെ ഈശോ അനുമോദിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. മാംസരക്തങ്ങളല്ല, പിന്നെയോ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഈ വലിയ ആത്മീയ പ്രചോദനം നൽകിയത് എന്ന്. പത്രോസ്ലീഹ ഈശോയെ നോക്കിയിട്ട് പറയുകയാണ്, നീ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന്. പ്രിയമുള്ളവരെ, പത്രോസ്ലീഹായ്ക്ക് മനസ്സിലായത് ഈശോ എന്ന രക്ഷകൻ, ക്രിസ്തു വരാനിരിക്കുന്നവൻ, ദൈവത്തിൻ്റെ അഭിഷിക്തൻ ഇതാ എൻ്റെ മുന്നിലുണ്ട്.
ദൈവത്തിൻ്റെ സാന്നിധ്യമായ ദൈവപുത്രനായ ക്രിസ്തുവാണ് നീയെന്ന് പറയുവാൻ മാത്രം ആത്മീയമായൊരു പ്രചോദനം പത്രോസ്ലീഹായ്ക്ക് ലഭിച്ചത് തീർച്ചയായിട്ടും ദൈവപിതാവിൻ്റെ വലിയ ഒരു ഇടപെടൽ, വലിയൊരു വെളിപ്പെടുത്തലിലൂടെയായിരുന്നു. പ്രിയമുള്ളവരെ, വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതത്തെപ്പറ്റി നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെയേറെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ജീവിക്കുന്നവനായ കർത്താവിൻ്റെ തിരുമുഖം മനുഷ്യൻ വിഭാവനം ചെയ്യാത്തതും വരയ്ക്കാത്തതുമായ 3 കർത്താവിൻ്റെ തിരുമുഖങ്ങളാണ് നമുക്ക് സഭയിൽ ഇന്നുള്ളത്. ആദ്യത്തേത് എന്ന് പറയുന്നത് വെറോനിക്കായുടെ തുവാലയിൽ പൊതിഞ്ഞ കർത്താവിൻ്റെ തിരുമുഖമാണ്. രണ്ടാമത്തേത് മനുഷ്യൻ വരയ്ക്കാത്തതും വിഭാവനം ചെയ്യാത്തതുമായ ഒറിജിനലായ തിരുമുഖം എന്ന് പറയുന്നത് കർത്താവിനെ സംസ്കരിച്ചപ്പോൾ ഉപയോഗിച്ച ആ തിരുക്കച്ചയിൽ പതിഞ്ഞ കർത്താവിൻ്റെ തിരുമുഖം. മൂന്നാമതായിട്ട് മനുഷ്യ ചരിത്രത്തിലുള്ള അത്ഭുതാപകമായ കർത്താവിൻ്റെ തിരുമുഖം എന്ന് പറയുന്നത് മനുഷ്യൻ വിഭാവനം ചെയ്യുകയോ വരയ്ക്കുകയോ ഒന്നും ചെയ്യാത്ത അത്ഭുതാപകമായ ഒരു തിരുമുഖം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വിളക്കന്നൂർ ദേവാലയത്തിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതമാണ്. പ്രിയമുള്ളവരെ, ഇത് നേരിൽ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് 2013 നവംബർ 13 ഈ ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച ആ നിമിഷം മുതൽ 2025 12 വർഷങ്ങളെടുത്തു സഭ ഇത് ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ് എന്ന് പ്രഖ്യാപിക്കുവാനായിട്ട്. ഇനി നീണ്ട 12 വർഷക്കാലം ഈ ദിവ്യകാരുണ്യത്തിന് യാതൊരു വക ഡിസ്കളറിങ്ങും സംഭവിച്ചില്ല എന്നതാണ്. അതായത് ഇതിന് യാതൊരു വക കേടുപാടുകളോ യാതൊരു വക പാപമാറ്റങ്ങളോ ഒന്നും ഈ ദിവ്യകാരുണ്യത്തിന് സംഭവിച്ചിട്ടില്ല. അതായത് ഈ ദിവ്യകാരുണ്യം ജീവനുള്ള കർത്താവിൻ്റെ ശരീരവും രക്തവുമായതുകൊണ്ട് മാത്രമാണ് ഇതിന് യാതൊരു വക ഡിസ്കളറിങ്ങും സംഭവിക്കാതെ അതേപടി ഇരിക്കുന്നത്. അതൊരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. പ്രിയമുള്ളവരെ, നമ്മൾ പത്രോസ്ലീഹായുടെ ഈ വലിയ വിശ്വാസ പ്രഖ്യാപനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ നീ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് വലിയ ആത്മീയ ആർജവത്തോടെ സ്വർഗസ്ഥനായ പിതാവ് നൽകിയ ആ ആത്മീയ പ്രചോദനത്താൽ പത്രോസ്ലീഹ വലിയ വിശ്വാസ പ്രഖ്യാപനം നടത്തുമ്പോൾ ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവിൻ്റെ തിരുമുഖമാണ് നമ്മൾ ദർശിക്കുന്നത് എന്ന് പിതാവിൻ്റെ ആ വലിയ ആത്മീയ പ്രചോദനം നമുക്കും ലഭിക്കുന്നതിനായിട്ട് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് സഭയിൽ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമായ വിശുദ്ധ കുർബാനയിൽ നമ്മൾ വിശ്വസിക്കണം. അതായത് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന എന്ന് നമ്മൾ വിശ്വസിക്കണം. ആ വിശ്വാസം പത്രോസ്ലീഹായെ പോലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ പ്രഘോഷിക്കണം. ആ കർത്താവിനെ, ജീവിക്കുന്നവനായ കർത്താവിനെ, വിശുദ്ധ കുർബാനയിൽ ഇന്നും എന്നും ജീവിക്കുന്നവനായ കർത്താവിനെ നമ്മൾ ആരാധിക്കണം, വിശ്വസിക്കണം, നമ്മൾ പ്രഘോഷിക്കണം, നമ്മൾ ആ കർത്താവിനെ ജീവിതത്തിൽ ആരാധിക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയോടുള്ള സകല അവഹേളനങ്ങളും, വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള സകല കോലാഹലങ്ങളും തീർച്ചയായിട്ടും നമ്മൾ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുകയാണ്. കർത്താവിൻ്റെ തിരുശരീര രക്തം, ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാനയിലുള്ളത്. പത്രോസ്ലീഹായെ പോലെ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്,
വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് കർത്താവിൻ്റെ ജീവനുള്ള ശരീരം, ജീവനുള്ള രക്തമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകല കോലാഹലങ്ങളും മാറ്റിവെച്ചിട്ട് ഈ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടതായ സമയം അതിക്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കർത്താവിൽ നിന്നാണ് നമ്മൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ജീവനുള്ള ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു മനുഷ്യനോട് സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ഊഷ്മളതയാണ് കരുണയെന്ന് പറയുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നു, ഞാൻ നിന്നെ ചേർത്ത് പിടിക്കുമെന്ന ആ വലിയ സ്നേഹത്തിൻ്റെ ഊഷ്മളത, അതാണ് അത് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മാത്രം കൊടുക്കുവാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ജീവിക്കുന്നവനായ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണെങ്കിൽ, അത് കർത്താവിൻ്റെ തിരുഹൃദയത്തിൻ്റെ ഹൃദയ തുടിപ്പുകളാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ കരുണയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി യാചിച്ചപേക്ഷിക്കുമ്പോൾ ജീവിക്കുന്നവനായ കർത്താവ് വിശുദ്ധ കുർബാനയിലുള്ള അവൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് കരുണയും സ്നേഹവുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എത്രമാത്രം ഒഴുക്കുമെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, നീ ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ ശരീരം, ദൈവത്തിൻ്റെ രക്തമാണ്. ഇതിന് ജീവനുണ്ട്, ഇതിന് ജീവനുള്ള ഹൃദയ തുടിപ്പുകളുണ്ട്. ആ ജീവനുള്ള കർത്താവിൻ്റെ ഹൃദയ തുടിപ്പിൽ നിന്ന് കർത്താവ് കരുണ, കർത്താവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കും. പ്രിയമുള്ളവരെ, ഈ ദിവ്യകാരുണ്യത്തെ ആരാധിച്ചുകൊണ്ട്, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിക്കൊണ്ട്, ഇത് ജീവിക്കുന്നവനായ കർത്താവാണെന്ന ഹൃദയത്തിൽ വിശ്വസിച്ച് അവനെ ആരാധിച്ചുകൊണ്ട് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കർത്താവേ, നിൻ്റെ ഹൃദയത്തിൽ നിന്ന്, നിൻ്റെ ജീവനുള്ള ഹൃദയത്തിൽ നിന്ന് കരുണ എന്നിലേക്ക് ഒഴുക്കണം. കർത്താവിൻ്റെ കരുണയ്ക്കും സ്നേഹത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഓൺലൈനിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിക്കുന്ന സകലരുടെ മേൽ കർത്താവിൻ്റെ കരുണ അതിശക്തമായ രീതിയിൽ വർഷിക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. രോഗികൾ സൗഖ്യപ്പെടട്ടെ. സന്തോഷവും സമാധാനവും ആത്മീയ അഭിഷേകവും കൊണ്ട് കുടുംബങ്ങൾ നിറയട്ടെ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം നമ്മുടെ ആലയത്തിലുള്ള ജാഗരണ പ്രാർത്ഥന 6:15 ആരംഭിക്കുന്നു. ഈ ജാഗരണ പ്രാർത്ഥനയെ നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശനിയാഴ്ച നമ്മുടെ കൺവെൻഷൻ ഡേയാണ്. പ്രത്യേകമായിട്ട് ഈ കൺവെൻഷനിലേക്ക് കടന്നു വരുന്ന സകലരെയും നമുക്ക് കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൺവെൻഷനോടൊപ്പം തന്നെ രാവിലെ ക്രിസ്ത്യൻ കൂട്ടായ്മയുണ്ട്, വൈകുന്നേരം യുവജനങ്ങളുടെ കൂട്ടായ്മയുമുണ്ട്. ഈ ആത്മീയ ശുശ്രൂഷകളെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ആലയത്തിൽ 5 ദിവസത്തെ ആന്തരിക വിശുദ്ധീകരണ ധ്യാനം ആരംഭിക്കുന്നു. ഈ ധ്യാനത്തെയും നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവിൻ്റെ കരുണയും സ്നേഹവും നുകർന്ന് ആത്മീയ വിശുദ്ധീകരണം പ്രാപിക്കാൻ എവരെയും കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് ഈ നിമിഷം നമ്മയും നമ്മുടെ കുടുംബത്തെയും നാം ആയിരിക്കുന്ന അവസ്ഥകളെയും എല്ലാം ഒരിക്കൽ കൂടി ദീപികാരുണ്യത്തോടെ ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ഈ സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
എന്നുമെന്നും അങ്ങേക്കാരാധന.